കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ സമയത്താണ് ഇങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഇൻസിഡന്റ് നടക്കുന്നത്. അതായത് ഒരു പേഷ്യന്റ് എന്നെ സമീപിക്കുകയാണ്. പേഷ്യന്റ് എൻ്റെ അടുത്ത് പറയുന്നു, ഇതുപോലെ 3 വർഷമായിട്ട് ഡിസ്ക് ബൾജ് ഉണ്ട് എന്ന്. ഓക്കെ, ഞാൻ അങ്ങനെ പേഷ്യന്റിനെ ഒന്ന് അസസ് ചെയ്തു തുടങ്ങി. പേഷ്യന്റിനെ അസസ് ചെയ്യുമ്പോൾ പേഷ്യന്റിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പേഷ്യന്റ് നടക്കാം, സ്റ്റെപ്പ് കയറാം, എത്ര സമയം വേണമെങ്കിലും കംഫർട്ടായിട്ട് ഒരു കസേരയിലോ എവിടെയെങ്കിലോ ഇരിക്കാം, വേണ്ടി വന്നാൽ ഒന്ന് ഓടാം, അങ്ങോട്ട് വേണമെങ്കിൽ കുനിയാം, ഭാരം എടുക്കാം. അവർക്ക് യാതൊരുവിധ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, യാതൊരുവിധ പ്രശ്നവുമില്ലല്ലോ, അപ്പൊ ശരിക്കും എന്താണ് പ്രശ്നം? അപ്പോഴാണ് പേഷ്യന്റ് പറയുന്നത്, എനിക്ക് ഡിസ്ക് ബൾജ് നേരത്തെ തൊട്ടേ ഉണ്ട്, അപ്പം ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. അങ്ങനെ ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച പോയി ഒരു MRI എടുക്കുകയാണ്. അപ്പോൾ ആ MRI എടുത്ത് റിപ്പോർട്ട് വന്നപ്പോൾ L4 L5 വീണ്ടും ഡിസ്ക് ബൾജ് കാണിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് ആക്ച്വലി ചിരിയാണ് വന്നത്. അവര് ഈ ഒരു MRI റിപ്പോർട്ടിൽ കണ്ട ഡിസ്ക് ബൾജിനെ ഭയന്നാണ് വീണ്ടും ഒരു കൺസൾട്ടേഷന് വേണ്ടി വരുന്നത്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡിസ്ക് ബൾജ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും. ഏതൊരു വ്യക്തി എടുത്തു കഴിഞ്ഞാലും ഒരു 70-80% ആൾക്കാരിലും ഡിസ്ക് ബൾജ് ഒക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഡിസ്ക് ബൾജ് നിങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതിലാണ് ആക്ച്വലി കാര്യമിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെ മറ്റു രീതിയിലൊന്നും ഇത് നിങ്ങളെ ബാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ഒരു MRI റിപ്പോർട്ടിനെ ഭയപ്പെടുന്നത്? ഒരാവശ്യവുമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഡെയിലി ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്ത് കുറച്ച് കോറിനും ബാക്കിനും ഗ്ലൂട്ടിയൽ മസിൽസിനും ഒക്കെ വേണ്ട രീതിയിൽ ചെറിയ ചെറിയ എക്സസൈസുകൾ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഡിസ്ക് ബൾജ് ഒന്നും വലിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. താങ്ക് യു.